അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഈ ഇസ്മ, ഈ നാമം എല്ലാ രാത്രിയിലും 1141 തവണ പാരായണം ചെയ്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്മിന്റെ ഫദ്ല് കൊണ്ട് നിറവേറ്റി കൊടുക്കും. ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ കാരണമാകും. ഈ ഇസ്മിനെ കുറിച്ച് വലിയ പണ്ഡിതനായ മഹാനരായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലീബി അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയത്, യാ കൂട്ടിയിട്ട് ഈ ഇസ്മിനെ വിളിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ മുറാദുകൾ ഹാസിലാകും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ, ഒരാളെ മുമ്പിലും കൈ നീട്ടാതെ ജീവിക്കാനുള്ള വലിയ ഐശ്വര്യവും ബറക്കത്തും നിറഞ്ഞ ജീവിതം നമ്മിലേക്ക് കൈവരിക്കാൻ ഈ ഇസ്മ ജീവിതത്തിൽ പകർത്തിയാൽ മതി എന്നുള്ളതാണ്. കച്ചവടം നടക്കുന്ന സ്ഥലങ്ങളിലും ബിസിനസ് ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ഈ ഇസ്മിനെ പ്രത്യേകം എഴുതിയിട്ട് സൂക്ഷിക്കുകയോ ചുമന്ന് നടക്കുകയോ അതെവിടെയെങ്കിലും വെക്കുകയോ ചെയ്താൽ അവർ ചെയ്യുന്ന ജോലിയിലും കച്ചവടത്തിലൊക്കെ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. അങ്ങനെ വളരെയധികം ശ്രേഷ്ഠതയുള്ള അത്ഭുതങ്ങളുടെ കലവറയായ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് സാധുക്കളായ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവർ റിയാള പൂർത്തിയാക്കി വീട്ടണം. ഇൻഷാ അല്ലാഹ് ഞാൻ ആ വിഷയത്തിലേക്കൊക്കെ വരാം. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ്. ഏത് ചൊവ്വാഴ്ചകളിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത്. 10 മണിക്ക് ബുക്ക് ചെയ്ത് വെച്ചവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ സാധിക്കുകയുള്ളൂ. ഏത് ചൊവ്വാഴ്ചകളിലാണ് ഉള്ളത് തുടങ്ങിയ നമ്മുടെ ഇത്തരം വിഷയങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും ഒക്കെ അറിയാൻ ഇൻസ്റ്റഗ്രാമിന്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെക്ക് ചെയ്താൽ അതിന്റെ സ്റ്റോറിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ
ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ, അതിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും നാം ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുമ്പോൾ അത്ഭുതങ്ങളുടെ കലവറയാണ് ഓരോ ഇസ്മുകളും. അതിൽപ്പെട്ട വളരെ സവിശേഷമായ ഒരു ഇസ്മാണ് അൽ ഗനിയ്യ് എന്ന് പറയുന്ന ഇസ്മ. ഗനിയ്യ് എന്ന് പറയുന്ന ഇസ്മ, ഗൈന് നൂന് യാ, ഗനിയ്യ് എന്ന് പറയുന്ന ഇസ്മ. ഈ ഇസ്മിന്റെ അർത്ഥം, നമ്മൾ ഇതിന്റെ അർത്ഥങ്ങൾ പഠിക്കണം, അത് ഏത് രൂപത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കണം. അപ്പൊ കൂടുതൽ ഫലം നമുക്ക് ചെയ്യും. നിങ്ങൾ ജസ്റ്റ് ഇത് ഓർമ്മിച്ചു വെച്ചാൽ മതി, ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളതോ ഇത് എങ്ങനെയാണ് നമ്മിലേക്ക് ഇത് ഉപകാരം സിദ്ധിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. എഴുതി വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവര് ഷോർട്ടായിട്ട് അവർക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ എഴുതി വെക്കുക, കൂടുതൽ ഉപകാരപ്പെടും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അൽ ഗനിയ്യ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐശ്വര്യവാൻ, ധനികൻ, അന്യാശ്രയരഹിതൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യവാനാണ് അവൻ, അതാണ് ഗനിയ്യ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അല്ലാഹു ധനികനാണ്. ഐശ്വര്യവാനാണെന്ന് പറഞ്ഞാല് അന്യാശ്രയരഹിതനാണ്. ഒരാളെയും അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നില്ല. അങ്ങനെ ആശ്രയിക്കേണ്ട ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. ഗുണപരമായോ പ്രവൃത്തിപരമായോ ഒരു കാര്യത്തിനും യാതൊന്നിന്റെയും ആശ്രയമില്ലാതെ ജീവിക്കുന്ന, ആശ്രയമില്ലാത്തവൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അങ്ങനെയാണ്, അല്ലാഹു നിരാശ്രയനാണ്, ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഗിന എന്ന് പറയുന്ന അറബി പദത്തിൽ നിന്നാണ് ഈ ഇസ്മ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കുന്നവനാണ്, അല്ല, ഒരാളെയും ആശ്രയിക്കാത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഇത് നമ്മിലേക്ക് ചേർത്തി പറയുമ്പോ, നമ്മുടെ സൃഷ്ടികളിലേക്ക് വരുമ്പോ ഇവിടെ ഇതിന്റെ ഒരു അർത്ഥവും അല്ലെങ്കിൽ ഇതിനെ ഉൾക്കൊള്ളേണ്ടതൊക്കെ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്നവർ, അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുന്നവർ. നമ്മൾ ഏത് വിഷയത്തിലും അള്ളാഹുവിനെയാണ് ആശ്രയിക്കുന്നത്, അല്ലേ? നമ്മളിപ്പോ ഒരാളോടൊരു കാര്യം സാധിച്ചു തരാൻ വേണ്ടി പറയുമ്പോൾ ആ ആൾക്കത് തോന്നിപ്പിച്ചു കൊടുക്കുന്നതും ആ ആളുടെ മനസ്സിലേക്ക് അത് അടുപ്പിക്കുന്നതൊക്കെ റബ്ബുൽ ഇസ്സത്താണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മിലേക്ക് എത്തിച്ചു തരുന്നതും. അതൊരുപാട് കാരണങ്ങളിലൂടെയായിരിക്കാം. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സദഖ ചെയ്യുന്ന സമയത്ത് നമുക്ക് അള്ളാഹു കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. അല്ലെങ്കിൽ ഒരാളോട് പോയിട്ട് നമ്മളൊരു വിഷയം പറയുമ്പോൾ ആ ആളുടെ മനസ്സിലേക്ക് അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി തോന്നിപ്പിക്കും. അങ്ങനെ അയാൾ നമുക്ക് അപ്പോൾ ചെയ്തു തരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമുക്കതെല്ലാം നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോ അള്ളാഹു അല്ലാത്ത സൃഷ്ടികളിലേക്ക് ഈ വിശേഷണ ഗുണം ഉണ്ടാവല് അസംഭവ്യമാണ്. കാരണം അള്ളാഹു അല്ലാത്ത ആർക്കെങ്കിലും ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരില് ഈ വിശേഷണ ഗുണം ഉണ്ടാവല് അസംഭവ്യമാണത്, സംഭവിക്കാത്ത കാര്യമാണെന്ന് പറയുന്നത്. അന്യരുമായുള്ള സകല ബന്ധങ്ങളിൽ നിന്നും പരിശുദ്ധനാവാൻ അള്ളാഹു അല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയുകയേയില്ല. അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമാണ് ഇതിന്റെ പൂർണ്ണാർത്ഥത്തിലുള്ള ആ വിശേഷണം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കേണ്ടതില്ലാത്ത അവസ്ഥയിലെത്തിയ അടിമകൾ ഉണ്ടാവും. അവർ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കും. എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് അങ്ങേയറ്റത്തെ തവക്കുലിന്റെ മർത്തബയിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഒരു വിഷയത്തിലും മറ്റുള്ളവരെ ഒന്നും പരിഗണിക്കാതെ അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രം നടക്കുന്ന ആളുകള്, അവർക്ക് ആലങ്കാരികമായിട്ട് വേണമെങ്കിൽ ഈ ഇസ്മ, ഈ പദം ഉപയോഗിക്കാവുന്നതാണ്. പൂർണ്ണാർത്ഥത്തിൽ അത് അള്ളാഹുവിലേക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ്. ആരെങ്കിലും ഈ ഒരു ഇസ്മ, ഗനിയ്യ് എന്ന് പറയുന്ന ഇസ്മ, അനേകം തവണ ഈ ഇസ്മിനെ ചൊല്ലലിനെ പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള വഴികൾ അള്ളാഹു അവന് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഗനിയ്യ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഐശ്വര്യവാൻ, ധനികൻ, അന്യാശ്രയരഹിതൻ എന്നല്ലേ. അപ്പൊ നമ്മൾ ഈ ഇസ്മ, ഈ അർത്ഥം വരുന്ന ഈ ഇസ്മ നമ്മൾ ചൊല്ലുമ്പോ ഈ ഇസ്മുമായി ബന്ധപ്പെട്ട ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അതെന്താ?
അള്ളാഹു അല്ലാത്ത ഒരാളെയും ആശ്രയിക്കാതെ അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കിയിട്ട് ജീവിക്കാനുള്ള ഒരു വലിയ അവസരം അള്ളാഹു നമുക്ക് നൽകുമെന്നുള്ളതാണ്. അപ്പൊ ഒരാളെ മുമ്പിലും നമുക്ക് കൈ നീട്ടേണ്ടി വരൂല, ഒരാളെ മുമ്പിലും ചെന്ന് യാചിക്കേണ്ടി വരൂല. അള്ളാഹു നമുക്കുള്ള സാമ്പത്തികമായ എല്ലാ പുരോഗതികളും ഇസ്സത്ത് പണയം വെക്കാത്ത, അഭിമാനം പണയം വെക്കാത്ത രൂപത്തിൽ നമ്മിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിക്കാൻ ഈ ഇസ്മ കാരണമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ നന്നായി മുറുകെ പിടിക്കണം. ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഇസ്മാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൃദയങ്ങളെ ഇണക്കാനും ആകർഷിക്കാനും ഇതിനെ ഒരു നല്ല സമയം നോക്കിയിട്ട് അതിൽ എഴുതുക, അതിന് ചുറ്റും അതിന്റെ ഖാദിമായ മലക്കിന്റെ പേരും എഴുതുക. അങ്ങനെ അത് ചുമന്നു നടന്നാൽ കാണുന്നവരൊക്കെ തന്നിലേക്ക് ആകർഷിക്കുകയും ഇണങ്ങുകയും ചെയ്യും. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ പേരെന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് അവസാന ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പൊസിഷനിലൊക്കെ നിൽക്കുന്നയാളാണ്, ഏതെങ്കിലും ഒരു ബിസിനസിന്റെ തലപ്പത്തിരിക്കുന്നയാളാണ്, അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളുടെ കച്ചവടത്തിന്റെയൊക്കെ മേൽനോട്ടം നടത്തുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മറ്റുള്ളവർ നമ്മെ ആകർഷിക്കുകയും നമ്മോട് ഇണങ്ങുകയും വേണമെന്നുള്ളത് ആ വിഷയത്തിലൊക്കെ ഒരു ഫത്വഹ് ലഭിക്കാൻ കാരണമാണ്. അവര് നമ്മോട് ഇണങ്ങണം, അവരോട് നമുക്ക് അട്രാക്ഷൻ വേണം. അത് നമ്മളൊരു കച്ചവടം നടത്തുകയാണെങ്കിലും ബിസിനസ് നടത്തുകയാണെങ്കിലും ഒരു ഷോപ്പിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലും എന്താണെങ്കിലും അത് വിജയിക്കണമെങ്കിൽ മറ്റുള്ളവർ നമ്മിലേക്ക് അടുക്കണം, അവരുടെ ഹൃദയങ്ങൾ നമ്മിലേക്ക് വരണം, അവരെ നമുക്ക് ആകർഷിക്കാൻ കഴിയണം. അങ്ങനെ വ്യക്തിപരമായിട്ട് മറ്റുള്ളവർ നമ്മിലേക്ക് ആകർഷിക്കാനും ഇണങ്ങാനൊക്കെ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് ഗനിയ്യ് എന്ന് പറയുന്ന ഇസ്മ. ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിച്ചോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രൂപത്തിൽ ഇതിനെ ഒരു നല്ല സമയം നോക്കിയിട്ട് എഴുതിയിട്ട് അതിനു ചുറ്റും ഇതിന്റെ ഖാദിമായ മലക്കിന്റെ പേരും കൂടെ എഴുതിയിട്ട് അത് ചുമന്ന് നടന്നു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇസ്മ സ്ഥിരമായി പതിവായി ചൊല്ലാൻ തീരുമാനിച്ചാൽ, ചൊല്ലിയാൽ ഒടുവിൽ എല്ലാ വിഷയങ്ങളും അവന് അനുകൂലമായിട്ട് സംഭവിക്കും. അത് അനുകൂലമായിട്ട് സംഭവിക്കുന്നു പറയാൻ കാരണം ഈ ഇസ്മിന്റെ അർത്ഥം തന്നെ എങ്ങനെയാണല്ലോ, ഗനിയ്യ് എന്നുള്ള അർത്ഥമാണ്. അപ്പോ എല്ലാ വിഷയങ്ങളും നമ്മിലേക്ക് അനുകൂലമായിട്ടെത്തും. ഒരിക്കലും നമുക്ക് അനുകൂലമാകില്ല എന്ന് കരുതിയ പല വിഷയങ്ങളുണ്ടാവും നമ്മുടെ കുടുംബ ജീവിതത്തില്, നമ്മുടെ ഇടപെടുന്ന മേഖലകളിലൊക്കെ. അവരിങ്ങോട്ട് അടുക്കൂല, അനുകൂലമാകൂല, എല്ലാം പ്രതികൂല സാഹചര്യങ്ങളാണ്, എല്ലാം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെയൊക്കെ കരുതി സംഭവിക്കുന്ന പല വിഷയങ്ങളുണ്ടാകും. ഇത്തരം വിഷയങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടാൻ ഈ ഇസ്മ പതിവായി ചൊല്ലിയാൽ മതി എന്നുള്ളതാണ്. ഈ ഇസ്മ അതിവിശിഷ്ടമായ ഈ നാമം പതിവായി ചൊല്ലിയാൽ അവന്റെ ഏത് ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് തീവേഗത്തിൽ നിറവേറുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാത്രിയിലും ഈ വിശിഷ്ടമായ നാമം 1141 പ്രാവശ്യം ഉരുവിടുകയാണെങ്കിൽ അവരുടെ എല്ലാ ദാരിദ്ര്യവും കഷ്ടതകളും പ്രയാസങ്ങളും നീങ്ങിയിട്ട് ഐശ്വര്യദായകമായ ഒരു ജീവിതം അവനിലേക്ക് വരാൻ കാരണമാകുന്നതാണ്. അപ്പൊ 1141 തവണ എല്ലാ രാത്രിയിലും കിടന്നുറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ഈ ഇസ്മിനെ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ, യാ ഗനിയ്യു യാ അല്ലാഹ്, അവന്റെ ദാരിദ്ര്യമെല്ലാം നീങ്ങിയിട്ട് കഷ്ടതകളെല്ലാം നീങ്ങി സന്തോഷദായകമായ ഐശ്വര്യദായകമായ ഒരു ജീവിതം കടന്നു വരാൻ കാരണമാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 10 വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി ഈ ഇസ്മ 1000 തവണ ഉരുവിട്ടാൽ അയാൾക്ക് മറ്റൊരാളെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള വഴി അള്ളാഹു തുറന്നെടുക്കും. അപ്പോ ഇതിന്റെ അമല് കൃത്യമായിട്ട് എഴുതി വെക്കുക, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. 10 വെള്ളിയാഴ്ചകൾ എന്നാണോ തുടങ്ങുന്നത് ആ വെള്ളിയാഴ്ച പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ട് 10 വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് 1000 തവണ ഈ ഇസ്മിനെ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വെള്ളിയാഴ്ച തുടങ്ങിയ അടുത്ത വെള്ളിയാഴ്ചയും അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ ചൊല്ലി തീർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളോ, അത്ഭുതങ്ങൾ നമുക്ക് സംഭവിക്കും, മിറാക്കിൾ സംഭവിക്കും. ഏതു വിഷയങ്ങളുടെ പ്രതിസന്ധികളെയും അതിലുള്ള കെട്ടുകളെയൊക്കെ അഴിക്കപ്പെടാൻ ഇത്തരം ചില അമലുകളിലേക്കും ഇത്തരം ചില പ്രവർത്തനങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ ഒരു
നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതാണ് അള്ളാഹുവിന്റെ ഒരു നോട്ടം നമ്മിലേക്ക് ഉണ്ടാകും. അതാണ് നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുന്നു, അതേപോലെ തന്നെ 12,000 ബിസ്മിയുടെ അമല് ചെയ്യുന്നു, യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഇത്തരം അമലുകളും ഇത്തരം ആയത്തുകളും ഖുർആനുകളൊക്കെ ഓതുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹൃദയം അള്ളാഹുവിനെ കൊള്ളെ നാം തിരിക്കുകയാണ്, അള്ളാഹുവിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മുടെ ഹൃദയത്തിനെ നാം തിരിക്കുമ്പോൾ നമ്മുടെ ആ വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ ഒരു നോട്ടവും അതിലെ എളുപ്പമായ വഴികളൊക്കെ തുറന്നു കിട്ടാൻ കാരണമാകുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാമം യാ എന്നുള്ള നിദാന്റെ അക്ഷരം ഉപയോഗിച്ച് അതിന്റെ തുടക്കത്തിൽ ചേർത്തിയിട്ട് ഉച്ചരിച്ച് അങ്ങനെ യാ ചേർത്തിയിട്ട് ഉരുവിട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ യാ ഗനിയ്യു യാ അല്ലാഹ്, യാ ഗനിയ്യു യാ അല്ലാഹ്, യാ ഗനിയ്യു യാ അല്ലാഹ് എന്ന് യാ ചേർത്തിയിട്ട് ഉച്ചരിച്ച് അള്ളാഹുവിനോട് അവന്റെ ഏത് ആഗ്രഹങ്ങൾ പറഞ്ഞു ദുആ ചെയ്താലും അള്ളാഹു അവന്റെ ദുആ സ്വീകരിക്കുമെന്ന് ഇന്ത്യയിലേക്കുള്ള ഹദീസിന്റെ കവാടം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തപ്പെട്ട മഹാനരായ ഇമാം ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ ഈ ഇസ്മ യാ എന്നുള്ള നിദാഇന്റെ വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം കൂട്ടിയിട്ട് വിളിച്ച് അള്ളാഹുവിനോട് പ്രത്യേകം അവന്റെ ഏതെങ്കിലും ഒരു ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം എന്ന നിയ്യത്തോടുകൂടെ വിളിച്ച് പ്രത്യേകം ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരുമെന്ന് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന ചില പ്രതിസന്ധികൾക്കൊക്കെ, ചില പ്രയാസങ്ങൾക്കൊക്കെ, മക്കളില്ലാത്ത വിഷയങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ബ്ലഡുമായി ബന്ധപ്പെട്ട ബ്ലീഡിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതേപോലെ തന്നെ യൂട്രസിലൊക്കെ സിസ്റ്റ് ഉള്ളവര്, അതേപോലെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെട്ടവര്, അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞവര്, ഇങ്ങനെയുള്ള ചില ആളുകളുണ്ടല്ലോ, എന്താ ഓവുലേഷൻ ഒന്നും കൃത്യമാകാത്ത, അതൊക്കെ ഇറഗുലർ ആയിട്ട് വരുന്ന ആളുകൾ, PCOD ഉള്ളവര്, PCOS ഉള്ളവര്, ഇങ്ങനെയുള്ള അത്തരം രോഗങ്ങളുമായി ബന്ധപ്പെടുന്നവരൊക്കെ ഈ ഇസ്മിനെ 70 തവണ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത്തരം രോഗങ്ങളെ തൊട്ടൊക്കെ ശിഫ ലഭിക്കാൻ ഈ ഇസ്മ ഒരു കാരണമാകുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും അത്ഭുതങ്ങളുടെ കലവറയാണ്. നിങ്ങൾ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഔസാഫുകളും അതിന്റെ അമലുകളും അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളൊക്കെ പറയുന്ന വലിയ വലിയ കിതാബുകളുണ്ട്. അറബിയിൽ രചിക്കപ്പെട്ട കിതാബുകൾ, എത്രയോ വലിയ വലിയ മഹാന്മാർ ഒരു ഇസ്മിനെ കുറിച്ച് തന്നെ എത്ര പേജുകളാണ് അവർ അതിനെക്കുറിച്ച് സംസാരിക്കാനും എഴുതാനും വേണ്ടി മാറ്റിവെച്ചതെന്നറിയണോ? അത്രമേൽ ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട്. ഈ ഇസ്മിന്റെ അർത്ഥം എന്താണ്, ഇതെന്തിനൊക്കെ ഉപയോഗിക്കാം, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ ഈ ഇസ്മ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഈ ഇസ്മ ഇത്രയും ആളുകൾ ഉപയോഗിച്ചപ്പോൾ അവർക്ക് ഇങ്ങനെയെല്ലാം അതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അതിനാണ് മുജറബ് എന്ന് അറബിയിൽ പറയാ. മുജറബായ അമലാണ് എന്ന് പറഞ്ഞ് മുജറബാത്തിന്റെ കിതാബുകളിലൊക്കെ മഹാന്മാർ എത്രയോ ഇസ്മുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഇസ്മാണ് പ്രിയമുള്ളവരെ ഗനി എന്ന് പറയുന്ന ഇസ്മ. അതിൽപ്പെട്ട ഒരു ഇസ്മാണ് പ്രിയമുള്ളവരെ യാ ലത്തീഫ് എന്ന് പറയുന്ന ഇസ്മ, ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ. അങ്ങനെ ഒരുപാട് ഇസ്മുകളുണ്ട്. ഈ ഇസ്മും അതേ കാറ്റഗറിയിൽ വരുന്ന ഇസ്മാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന രൂപത്തിൽ നല്ല നിയ്യത്തോടുകൂടെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ നല്ല വഴികൾ നമുക്ക് തുറന്നു കിട്ടാൻ കാരണമാകും. വലിയ വലിയ ഫത്ഹകൾക്കത് കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്ന ആ ഒരു യാ ഗനിയ്യു യാ അല്ലാഹ് എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ആ ഇസ്മ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് അമലുകൾ അതുമായി ബന്ധപ്പെട്ട കിതാബുകളിലൊക്കെ കാണാം. ഒരുപാട് അമലുകൾ എന്ന് പറഞ്ഞാൽ ഈ റൂഹാനിയൊക്കെ ഹാദിറാക്കാൻ ഈ നാമം ഉപകരിക്കും. വയറ് നന്നായിട്ട് കാലിയാവലോടുകൂടെ മാലിന്യങ്ങളൊന്നുമില്ലാത്ത രൂപത്തിൽ വെള്ളവസ്തു
വെള്ളവസ്ത്രം ധരിച്ച് അതിൽ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിയിട്ട് പൂർണ്ണ ശുദ്ധിയോടുകൂടെ ഏകാന്തതയിലിരുന്ന് ഏതെങ്കിലും സുഗന്ധ വസ്തുക്കളൊക്കെ പുകച്ച് യാ മുഗ്നി എന്ന ഇസ്മിനെ 10,000 തവണ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ 10,000 തവണ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും കുന്തിരിക്കം പുകയ്ക്കണം. അങ്ങനെ ഒരു വർഷം ഇങ്ങനെ തുടർച്ചയായി ചെയ്താൽ സംതായിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന റൂഹാനിയുടെ സുൽത്താൻ തൂവെള്ള മൃഗത്തിന്റെ പുറത്ത് പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് അവരുടെ കയ്യിൽ ഒരു കുന്തവും അതിന്മേൽ ഒരു പച്ച കൊടിയും ഉണ്ടായിരിക്കും. കൊടിയുടെ നടുവിൽ പച്ച അക്ഷരത്തിൽ ഇങ്ങനെ ഈ നാമം യാ മുഗ്നി യാ അല്ലാഹ് എന്ന് പറയുന്ന ഈ നാമം, യാ ഗനിയു യാ അല്ലാഹ് എന്ന് പറയുന്ന ഈ നാമം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവര് നമുക്ക് സലാം പറയുമ്പോൾ നമ്മൾ സലാം അടക്കണം. പിന്നെ അവർ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും നമ്മൾ ആവശ്യങ്ങൾ പറയുമ്പോൾ. അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ ഇങ്ങനെ ഒരു കഠിനമായ സബരിയിലൂടെ നേടിയെടുത്ത ആ ഒരു കഴിവ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് പൂർവ്വസൂരികളായ ആളുകൾ ആ രൂപത്തിൽ അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോൾ അവർക്ക് ലഭിച്ചതാണ്. നമ്മൾ അതേപോലെ ശക്തമായ പഥ്യവും അതേപോലെയുള്ള കഠിനമായ നിയന്ത്രണങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇതേപോലെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇതേപോലെ ഈ പറഞ്ഞതുപോലെയൊക്കെ അവരുടെ ഷർത്തുകളും കണ്ടീഷൻസുകളൊക്കെ പാലിച്ച് ചെയ്യുമ്പോൾ അതേ രൂപത്തിലുള്ള നേട്ടങ്ങളിലേക്കൊക്കെ നമുക്കും എത്താൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെയുള്ള അമലുകൾ ഇതുമായി ബന്ധപ്പെട്ടതുണ്ട്. ഞാൻ വലിയ വലിയ റിയാദകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ ചൊല്ലേണ്ട റിയാദകളൊക്കെ ഉണ്ട്. ഒരാൾ ഈ ഒരു ഇസ്മ എഴുതിയിട്ട് അത് ചുമന്ന് നടക്കുകയും ദിവസേന ഇതിന്റെ അക്ഷരസംഖ്യ, ഇതിന്റെ അദദ് എത്രയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്, അദദ് എത്രയാണെന്നല്ലേ, ഇതിന്റെ അദദ് അനുസരിച്ച് ഇത് ചൊല്ലുകയും ചെയ്ത് ശേഷം സൂറത്തുൽ ളുഹ ഓതിയിട്ട് ദുആ ചെയ്യുക. നമുക്കറിയുന്ന രൂപത്തിൽ റഹ്മാനായ റബ്ബേ, നിന്റെ എല്ലാ അടിമകൾക്കും, നിന്നോടടുത്ത് ജീവിക്കുന്ന അടിമകൾക്കൊക്കെ നീ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തല്ലോ, അതുപോലെ എന്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തരണേ. നമുക്കറിയാവുന്ന രൂപത്തിൽ ദുആ ചെയ്യാം. നീ അല്ലാത്തവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഗതികേടിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്താല് അള്ളാഹുവിന്റെ ഔദാര്യത്താൽ നമുക്ക് വലിയ കാരണങ്ങൾ ലഭിക്കും. നമ്മൾ ഓരോ ഇസ്മുകളും പറയുമ്പോൾ ആ ഇസ്മുകളുമായി ബന്ധപ്പെട്ട ദുആകളൊക്കെ പകർത്തുമ്പോൾ നല്ല ഫലം ഉണ്ടാകും. അപ്പൊ നമ്മൾ യാ ലത്തീഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു ലത്തീഫുൻ ബിഇബാദി എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുമായി ബന്ധപ്പെട്ടതോ അതേപോലെ തന്നെ ദുആകൾ അതുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഓരോ ഇസ്മുകളും പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിന്റെ മാനയുമായി ബന്ധപ്പെട്ട ദുആകൾ കൊണ്ടുവരിക. ഇപ്പൊ ഇവിടെ നമ്മൾ ദുആ ചെയ്തപ്പോൾ നീ ഒരാളെയും ആശ്രയിക്കാത്തവനാണ് അല്ലെ, അതാണല്ലോ ഈ വാക്കിന്റെ അർത്ഥം തന്നെ. അപ്പൊ നമ്മയും അതേപോലെ അള്ളാഹുവിനെ അല്ലാതെ വേറൊരാളെയും ആശ്രയിക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഐശ്വര്യവും ബറക്കത്തും ലഭിക്കാൻ കാരണമാകും. ഇതിങ്ങനെ 40 ദിവസം തുടർച്ചയായിട്ട് ചെയ്താല് ഉണർവിലോ സ്വപ്നത്തിലോ ഒക്കെ അയാൾ ഉദ്ദേശിക്കുന്ന ഏതു കാര്യങ്ങളെക്കുറിച്ചും ഒരു വിശാലമായ കാഴ്ചപ്പാട് അവന്റെ ഹൃദയത്തിലേക്ക് വരും എന്നുള്ളതാണ്. ഒരുപാട് ആളുകളെ ഇത് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അവര് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന ഒരു വലിയ മഹാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് അയാളുടെ പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് ഇതേപോലെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞുകൊടുത്ത് ഏകാന്തതയിലിരുന്ന് അവരിതേപോലെ യാ മുഗ്നി യാ ഗനിയു യാ അല്ലാഹ് എന്നുള്ളത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഉരുവിട്ട് കൊണ്ടിരുന്നപ്പോൾ ഒരാൾ അദ്ദേഹത്തിന് മുമ്പിൽ വന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു എന്നുള്ള അനുഭവമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കെപ്പോഴും ഒരാളെയും ആശ്രയിക്കാതെ ഐശ്വര്യദായകമായൊരു ജീവിതവും അതേപോലെയുള്ള ഒരു റാഹത്തൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനു വേണ്ടിയിട്ട് എപ്പോഴും ഈ ഇസ്മിനെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആ ഈ ഇസ്മ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഇസ്മുമാണ്. നമുക്ക് അങ്ങനെയുള്ളൊരു ജീവിതം കൈവരിക്കാൻ വേണ്ടിയിട്ട് ഈ 70 തവണ എല്ലാ ജുമാ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവായി, അല്ലെങ്കിൽ അസറിന്റെ മുമ്പായിട്ട്, സഹോദരിമാരൊക്കെ ആണെങ്കിൽ അസറിന്റെ മുമ്പായിട്ട്, ഇത് പലരും ചെയ്യുന്നവരായിരിക്കാം. ഞാനത് ഡിസ്പ്ലേയിൽ എഴുതിയിട്ടില്ല അത് കാണിക്കാൻ വേണ്ടിയിട്ട്. പലർക്കും ഇത് അറിയാവുന്ന ഒരു ദുആ കൂടെയാണ്.
വെള്ളിയാഴ്ച ദിവസം അസറിന്റെ മുമ്പായിട്ട് ഈ പറയുന്ന രൂപത്തിൽ ദുആ ചെയ്താല് അവർക്ക് ദാരിദ്ര്യം അവരെ തൊട്ട് തീണ്ടുകയില്ല എന്നുള്ളതാണ്. അവർക്ക് ഐശ്വര്യദായകമായ ജീവിതം നയിക്കാൻ കാരണമാകും. ഏതാണ്? അല്ലാഹുമ്മ യാ ഗനിയ്യു യാ ഹമീദ് യാ മുബ്ദിഉ യാ മുഈദ് യാ ഫഅലുൽ ലിമാ യുരീദ് യാ റഹീമു യാ വദൂദ് ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക معصيتك وبفضلك عمن سواك. ഈ ദുആ 70 തവണ ആരാണോ പതിവാക്കാൻ തീരുമാനിക്കുന്നത് അള്ളാഹു അവന്റെ റിസ്ക് നോക്കിക്കോളും, അള്ളാഹു അവന്റെ കാര്യം നോക്കിക്കോളും. പിന്നെ അവന് വേറെന്തെങ്കിലും ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യം വരൂല. അല്ലാഹുമ്മ യാ ഗനിയ്യു യാ ഹമീദ് യാ മുബ്ദിഉ യാ മുഈദ് യാ ഫഅലുൽ ലിമാ യുരീദ് യാ റഹീമു യാ വദൂദ് ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ എഴുതിയിട്ടില്ല. പലപ്പോഴും നമ്മൾ എഴുതാത്ത സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും പല ആളുകളും കമന്റിൽ എഴുതി അറിയിക്കാറുണ്ട്. അതേപോലെ ആർക്കെങ്കിലും എഴുതാൻ കഴിയുമെങ്കിൽ അത് എഴുതി വെച്ച് കൊടുത്താൽ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും. ഈ ജനസ്വാധീനവും അതേപോലെ തന്നെ അംഗീകാരവും ഒക്കെ ലഭിക്കാൻ, പ്രയാസങ്ങൾ നേരിടാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ ഒരു ഇസ്മിനെ ധാരാളമായിട്ട് പകർത്തിക്കൊണ്ടേയിരുന്നാൽ മതി. കച്ചവടത്തിൽ വലിയ ബർക്കത്ത് ഉണ്ടാകാനും അതേപോലെ തന്നെ ലാഭം വർദ്ധിക്കാനും നല്ല പ്രോഫിറ്റ് ഉണ്ടാവാനും നല്ല ഗ്രോത്ത് ഉണ്ടാവാനും ഉയർച്ച ഉണ്ടാവാനൊക്കെ ഈ നാമം എഴുതി കെട്ടിയാൽ വലിയ ഉപകാരപ്രദമാകും എന്നുള്ളതാണ്. ഈ നാമത്തിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണല്ലോ, ഒരാളെയും ആശ്രയിക്കാതെയുള്ള ഒരു അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന നാമല്ലേ. അതുകൊണ്ട് നമുക്കും നമ്മുടെ കച്ചവടത്തിന്റെ മേഖലയിലും ഇടപെടുന്ന മേഖലയിലൊക്കെ ആരെയും ആശ്രയിക്കാത്ത രൂപത്തിലുള്ള, ഒരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ടാത്ത രൂപത്തിലുള്ള, ഒരാളുടെ മുമ്പിലും യാചിക്കേണ്ട അവസ്ഥയിലേക്ക് എത്താത്ത രൂപത്തിലുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടാൻ കാരണമാകും. ഇതിന്റെ അദദ് എന്ന് പറയുന്നത് 1100 നമുക്കറിയാം. മുമ്പ് നമ്മൾ ഇതൊക്കെ ഒരു വീഡിയോയിൽ ചെയ്തതാണ്. മീമ് 40 വൈൻ 1000 വൈനിൻ്റെത് 1000, അതാണ് വലിയ സംഖ്യ. വൈൻ 1000, നൂൻ 50, യാ 10, അപ്പൊ 1100 40, 50, 10, 60, 60, 40, 50, 10, അപ്പൊ 60, 40 എത്ര 100, അപ്പൊ 1000 വൈന്, അങ്ങനെ ആവുമ്പോ 1100. ഇതിന്റെ അദദ് 1100. അപ്പോ ഇതിന്റെ ഖാദിമായ മലക്കിന്റെ പേര് ഹഹിയായിൽ എന്നാണ് അവരുടെ പേര്. അതിന്റെ കീഴിലെ 4 നായകന്മാരുണ്ട്. ഓരോ നായകന്റെ കീഴിലും 1100 അണികളുമുണ്ട്. ഓരോ അണിയിലും 1100 മലക്കുകളുമുണ്ട്. അപ്പോ ഈ ദുആ ചൊല്ലുമ്പോ, ഈ ഇസ്മ കൊണ്ട് നമ്മൾ അമൽ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ ഒരു മദദ് നമുക്ക് ലഭിക്കാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് അമലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. ഇതല്ലാത്ത ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 12000 ബിസ്മിയുടെ അമല് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയ അമലാണ്. അതേപോലെ തന്നെ യാ ലത്തീഫ് എന്നുള്ളതിന്റെ അമല്, സൂറത്തുൽ ഫത്ഹിന്റെ അമല്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൃത്യമായി ചെയ്യുക. 12000 ബിസ്മിയുടെ അമലൊക്കെ റബീഉൽ അവ്വലിലെ ഏതോ സമയത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. നമ്മളത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എണ്ണാതെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ യാ ഫത്താഹു എന്നുള്ളതിന്റെ അമല്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്ന് ചെയ്തു നോക്കുക. നമ്മുടെ ഏത് പ്രയാസങ്ങളും ഏത് അമല് കൊണ്ടാണ് അത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് നമുക്കറിയൂലല്ലോ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ പല വിഷയങ്ങളും നമ്മോട് നേരിട്ട് ദുആ കൊണ്ട് എപ്പോഴും ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. എല്ലാവരുടെയും മുറാദ് അള്ളാഹു ഹാസിലാക്കട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. കടങ്ങൾ അള്ളാഹു വെട്ടിക്കൊടുക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമുക്കൊക്കെ കാവല് നൽകട്ടെ. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നേരിട്ട് വരാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ്. ആ ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക. പല ആളുകളും പറയാതെ ബുക്ക് ചെയ്യാതെ വരുമ്പോൾ നമുക്കിവിടെ നോക്കാൻ പ്രയാസമുണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ
പറയുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബറക്കത്തും നൽകട്ടെ. യാ ഗനിയ്യ് എന്ന് പറയുന്ന ഇസ്മ ജീവിതത്തിലേക്ക് പകർത്തിയിട്ടതുമായി ബന്ധപ്പെട്ട അമലുകളൊക്കെ ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല വിഷമങ്ങളും പ്രയാസങ്ങളും പലരും ഇവിടെ എഴുതി അറിയിക്കും. അതൊക്കെ കാണുമ്പോൾ പരസ്പരം ദുആ ചെയ്തു കൊടുക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആഇന്റെ മനസ്സുണ്ടായിരിക്കുക. അഭാവത്തിൽ നമ്മൾ ചെയ്യുന്ന ദുആകൾ സ്വീകരിക്കപ്പെടുമെന്നുള്ളതാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.